ചരിത്രം തിരുത്തിക്കുറിച്ച കേരള ക്രിക്കറ്റ് ടീം രഞ്ജി ട്രോഫിയിൽ കേരളം ഫൈനലിലെത്തി. ഗുജറാത്തിനെതിരായ സെമി ഫൈനൽ മത്സരം സമനിലയിൽ പിരിഞ്ഞതോടെയാണ് ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ കരുത്തിൽ കേരളം ഫൈനലിൽ പ്രവേശിച്ചത്. രണ്ടാം ഇന്നിംഗ്സിൽ കേരളം 4 വിക്കറ്റ് നഷ്ടത്തിൽ 114 റൺസ് എടുത്തു. തുടർന്ന് മത്സരം അവസാനിപ്പിക്കാൻ ഇരു ടീമുകളും തീരുമാനിക്കുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ കേരളം ഉയർത്തിയ 457 റൺസ് പിന്തുടർന്ന ഗുജറാത്ത് 455 റൺസ് എടുത്ത് പുറത്തായി. ഫൈനലിൽ വിദർഭയാണ് കേരളത്തിന്റെ എതിരാളികൾ. ഈ മാസം 26-നാണ് നാഗ്പൂരിൽ ഫൈനൽ മത്സരം. 7-ന് 429 റൺസുമായി അവസാന ദിനമിറങ്ങിയ ഗുജറാത്തിനെതിരെ 28 റൺസിനിടെ 3 വിക്കറ്റ് എടുക്കണമെന്ന വലിയ വെല്ലുവിളിയായിരുന്നു കേരളത്തിനുണ്ടായിരുന്നത്. അവസാന ദിനം ക്രീസിലിറങ്ങിയ ഗുജറാത്തിന്റെ 2 വിക്കറ്റുകൾ കൂടി തുടക്കത്തിലെ വീഴ്ത്തി കേരളം 449-ന് 9 എന്ന സ്കോറിലേക്ക് ആതിഥേയരെ തള്ളിയിട്ടിരുന്നു. പക്ഷേ അവസാന വിക്കറ്റിൽ പ്രിയാജിത് സിംഗ് ജഡേജയും അർസാൻ നഗോസ്വലയും ചേർന്ന പ്രതിരോധ കോട്ട കെട്ടി കേരളത്തിന്റെ നെഞ്ചിടിപ്പേറ്റി. ഒടുവിൽ നിർണായക ഒന്നാം ഇന്നിംഗ്സ് ലീഡിനായി വെറും 3 റൺസ് മാത്രം അകലെ നാഗോസ്വാലയ്ക്ക് അടിതെറ്റി. ആദിത്യ സർവാതയുടെ പന്തിൽ ബൗണ്ടറിക്ക് ശ്രമിച്ച നാഗോസ്വാലയുടെ ഷോട്ട് ലെഗിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന സൽമാൻ നിസാറിന്റെ ഹെൽമറ്റിലിടിച്ച സ്ലിപ്പിൽ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ കൈകളിലെത്തി. ഒടുവിൽ സമനിലയിൽ പിരിഞ്ഞ മത്സരത്തിൽ ഒന്നാം ഇന്നിംഗ്സിന്റെ ലീഡോടെയാണ് കേരളം ചരിത്ര ഫൈനലിൽ പ്രവേശിച്ചത്. സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.